ഹറം ഷെരീഫിനെ ഇങ്ങനെ ഇരുന്ന് ഒറ്റ ഇരിപ്പിൽ ഉയരത്തിൽ ക്ലോക്ക് ടവർ തൊട്ടടുത്താണ്. ക്ലോക്ക് ഇതാ കാണുന്നു എൻ്റെ തലക്ക് മുകളിൽ. പരിശുദ്ധമായ ഹറം കാണാണ്. ബാബുസലാം, സോഫ മർവ, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ ജബൽ ഖുബൈസ്, ഇതെല്ലാം അതിലപ്പുറമാണ് പരിശുദ്ധമായ കായബാലയത്തിൻ്റെ കാഴ്ച. നമ്മളെ ഹജറുൽ അസ്വദ്, കായബയുടെ വാതിൽ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റുക്കുനുൽ യമാനി, ഇങ്ങനെ കുറേ മൂലകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. റുക്കുനുൽ ശ്യാം, ഇതൊക്കെ അത് ഇതിൻ്റെ അപ്പുറം ആ മുകൾ ഭാഗം, കാബയുടെ മുകൾ ഭാഗം കാണുക എന്നുള്ളതൊരു കൗതുകം പറയാൻ. മാഷാ അല്ലാഹ്, ഇന്നത് സാധിച്ചു. പിന്നെ തവാഫ് അങ്ങനെ കാണുകയാണ്, ഈ ആകാശത്തിരുന്നു കൊണ്ട് എന്ന് പറയുന്നത് പോലെ. അവിടെ ഇങ്ങനെ ആളുകൾ, വിശ്വാസികൾ തവാഫ് ചെയ്യുന്നു. വീൽ ചെയർ തവാഫ് ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്കറിയാം. മുകൾ ഭാഗത്ത് തവാഫിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ട് അറിയുന്നൊരു കൗതുകം കൂടി, ബസ്സുകളിൽ വിശ്വാസികൾ തവാഫ് ചെയ്യുന്ന രംഗം. ഈ മിനാരത്തിൻ്റെ തൊട്ട് പിറകിലായി റോഡ് കാണുന്നുണ്ടാവും. ആ റോഡിലൂടെ പോകുന്ന ബസ്സുകൾ തവാഫ് ചെയ്യുന്നതാണ് ഇവിടെ ഇരുന്ന് കാണുന്ന കാഴ്ച. പ്രിയപ്പെട്ട അൻവർ കൊണ്ടോട്ടി ആണ് അതിൻ്റെ വിവരം എനിക്ക് നൽകിയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു സംഭവം ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നെല്ലാം കാണാം, ഹറമിൻ്റെ ഭാഗങ്ങളെല്ലാം. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മലയാളികൾക്ക് ഏറെ അഭിമാനം, പ്രിയപ്പെട്ട ഖായിദുൽ ഖൗമിൻ്റെ നേതാവ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഹല്ല തൊട്ട് അങ്ങനെ എന്താ പറയുക, ജബൽ എന്താ പറയുക, ത്വരീഖുൽ ഹിജ്ർ, ആ മലകൾ അങ്ങനെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ പോയ സ്ഥലങ്ങൾ, ജബലുന്നൂർ, മാഷാ അല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആദ്യമായി ഇറങ്ങിയ പരിശുദ്ധമായ ജബലുന്നൂർ, അതെല്ലാം കാണാണ് ഇവിടെ.